ഇന്നലെ ന്യൂസ് മലയാളം പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിച്ച ഒന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ പോർട്ടലിലെ വീഴ്ചകൾ. അവിടെ വിവരങ്ങൾ ചോരുന്ന വിവരം ടെലിഗ്രാം ബോട്ടുകളിലേക്ക് ആളുകളുടെ തള്ളിക്കയറ്റം, വരിക്കാരുടെ എണ്ണം 50,000 പിന്നിട്ടിരിക്കുകയാണ്. ചോർച്ചയിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. അനൽക സെയ്ദ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനൽക, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ഈ ഒരു വാർത്ത, ഈ ഒരു സംഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 32,000 ആയിരുന്നു ഈ അംഗങ്ങളുടെ എണ്ണം, ഈ ബോട്ടിലേക്കുള്ള ആളുകളുടെ തള്ളിക്കയറ്റ എണ്ണം. പക്ഷേ ഇപ്പോൾ അത് 50,000 പിന്നിട്ടിരിക്കുന്നു അല്ലേ? ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തു വിടുന്ന സമയത്ത് ഈ ടെലഗ്രാമിന്റെ, അതായത് ഈ വിവരങ്ങൾ ചോരുന്ന ടെലഗ്രാമിന്റെ ബോട്ടിൽ ഏകദേശം 32,000 വരിക്കാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ഏകദേശം 50,000-ലധികം, ഏകദേശം 50,000-നും 55,000-ലധികം വരിക്കാരാണ് ഈ ടെലഗ്രാം ബോട്ടിനുള്ളത്. ഈ ടെലഗ്രാം ബോട്ടിന്റെ, അതായത് ഇത്രയും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് പോലും അതായത് കേന്ദ്ര ഗതാഗത വകുപ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇത് പൗരന്റെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള പ്രശ്നമായതിനാൽ തന്നെ ഇത് തടയാനുള്ള ഒരു നടപടി ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും ഈ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഓരോ ദിവസവും ടെലഗ്രാം ബോട്ടിലേക്ക് എത്തുന്ന, അതായത് അത് ചിലപ്പോൾ കൗതുകത്തിന്റെ പുറത്ത് പോലും എത്തുന്ന ആൾക്കാരുണ്ട്. അവർ മറ്റുള്ള ആൾക്കാരുടെ ശരി അനൽക, ഈ വിവരം നമ്മളിപ്പോ എംപിമാരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി പ്രതീക്ഷ അവരിൽ മാത്രമാണ്. കാരണം നമ്മളൊക്കെ വിശ്വസിച്ച് നമ്മുടെയൊക്കെ ഡേറ്റകളൊക്കെ എൻട്രി ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ പരിവാഹൻ ആപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയം കൂടിയാണ്. അപ്പോൾ ഈ എംപിമാർ ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. കേന്ദ്ര സർക്കാരിന്റെ, നമ്മുടെ സൈബർ സുരക്ഷാ വിഭാഗത്തിന്റെ കണ്ണ് തുറക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.